2002 ജനിതക മാറ്റങ്ങളിലൂടെയും ക്രോസ് ബ്രീഡിങ്ങിലൂടെയും ഇസ്രായേലി ഗവേഷകർ തൂവലുകളില്ലാത്ത കോഴികളെ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തൂവലുകളില്ലാത്തതുകൊണ്ട് തന്നെ അതിനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഊർജ്ജം കാര്യങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ ഇറച്ചിയായി മാറുമെന്നും, അതേപോലെ തന്നെ ഇവരെ കോയിനെ തട്ടുന്ന സമയത്ത്, കോയിനെ കൊല്ലുന്ന സമയത്ത് വെറുതെ അങ്ങനെ തൂവലുകൾ വരച്ച് കളയേണ്ട ആവശ്യമില്ലാത്ത അത്തരത്തിൽ ചെലവ് കുറക്കാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല അത്തരത്തിൽ നമുക്ക് പരിസ്ഥിതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂവലുകളില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ചൂടുള്ള സമയത്ത് ഓവറായിട്ട് വെയിൽ കൊള്ളുന്നത് പോലെ തണുപ്പുള്ള സമയത്ത് തണുപ്പിൽ നിന്ന് അതിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓൾസോ കൊതുകിൻ്റെ കടിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് കൊള്ളും. അതൊക്കെ ആയിരുന്നു കുറച്ച് ലിമിറ്റേഷൻ. എന്നാൽ ഇങ്ങനൊരു സംഭവമുണ്ട്. നമ്മൾ തിന്നാറുള്ള പിസ്ത ഉണ്ടല്ലോ, ആ പിസ്ത നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് ഒരുപാട് കൂട്ടമായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കൂടി വരുന്നതനുസരിച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ പൊട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്യാപ്പില്ല, നമ്മളിങ്ങനെ നോക്കി പൊട്ടിക്കുന്ന ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിൻ്റെ സൈസ് കൂടി വരും. അതായത് അതിങ്ങനെ പൊട്ടി അതിങ്ങനെ വിടർന്ന് വരും. പിസ്സ ഹൈലി എക്സോതെമിക് ആണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചൂടാവും. സ്വയം ചൂടാനായിട്ടുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് തീ പിടിക്കാനായിട്ടുള്ള സാധ്യത, അത് ഒരുപാട് ബൾക്കായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിസ്സ തീ പിടിക്കാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.